ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷകൻ 2 സംഭവങ്ങളെ ഒരുമിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് സുവിശേഷത്തിൽ. ഒന്ന്, ജായിറോസിൻ്റെ മകളെ യേശുനാഥൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന സംഭവവും. 2, രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ അവിടുന്ന് സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ഇതിലൊരു പ്രത്യേകത, 2 പേരും സ്ത്രീകളാണ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷമായി അസുഖത്തിന് ഉടമയാണ്. ജായിറോസിൻ്റെ മകളാകട്ടെ 12 വയസ്സുള്ളവളാണ്. 2 പേരുടെയും വിശ്വാസമാണ് അവരെ രക്ഷിക്കുന്നത്. ജായിറോസിൻ്റെ കാര്യത്തിൽ ജായിറോസിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ മകളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസമാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം മാത്രമല്ല, ചിലരുടെ വിശ്വാസം പോലും എൻ്റെ സൗഖ്യത്തിലേക്ക് എന്നെ നയിക്കും എന്ന് ജായിറോസിൻ്റെ മകളുടെ സൗഖ്യപ്പെടുത്തൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോടൊപ്പമുള്ളവരെ പോലും സൗഖ്യപ്പെടുത്താൻ എൻ്റെ യേശുനാഥന് കഴിയും എന്നും ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യത്തിനാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഒരു യുദ്ധത്തിൽ പെട്ടുപോയ സ്ത്രീയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. അവൾ ഒറ്റയ്ക്കായി പോയ സ്ത്രീയാണ്. അതായത് അവൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മാത്രമല്ല, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഒക്കെ ഒരു ജീവിതമാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ രക്തസ്രാവം മൂലം അവൾ സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അവളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. കാരണം രക്തസ്രാവമുള്ള സ്ത്രീകൾ അശുദ്ധിയായി കരുതപ്പെട്ടിരുന്നു. ഭവനത്തിൽ മാത്രമല്ല, ദേവാലയത്തിലും. അപ്പം ദൈവവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവളെ ദൂരെ അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്ന സംഭവമാണ്. ഇനി ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവൾ ഇത്തിരി സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ഈ ഒരു അസുഖം വരുന്നത്. അസുഖം വന്നതോടുകൂടെ 12 വർഷമായി ഇവൾ പോരാടുകയാണ്. എന്നാൽ കൂടെയുള്ളവരൊക്കെ ഇവളെ ചൂഷണം ചെയ്യുകയാണ്, അവൾ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട്. അതിൻ്റെ അടയാളമാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അവളെ ശുശ്രൂഷിച്ചിരുന്നവർ, അല്ലെങ്കിൽ അവളെ ചികിത്സിച്ചിരുന്ന വൈദ്യന്മാർ പോലും അവളിൽ നിന്ന് സമ്പാദ്യങ്ങൾ സ്വീകരിച്ചത്, അതായത് അമിതമായി സമ്പാദ്യങ്ങൾ സ്വീകരിക്കുകയും അവളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ മാനസികമായി അവളെ തളർത്തിക്കൊണ്ടിരുന്നു. ആ ശുശ്രൂഷകരിൽ നിന്ന് പോലും, അല്ലെങ്കിൽ അവളെ സൗഖ്യപ്പെടുത്താൻ വിധിക്കപ്പെട്ടിരുന്നവരിൽ നിന്ന് പോലും അവൾക്ക് ഏൽക്കേണ്ടി വന്നത് തിന്മ നിറഞ്ഞ ദുരനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ അവളുടെ ജീവിതത്തിൽ അവളെ സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് പോലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. ഇങ്ങനെ ഈ ലോകത്ത് ഒത്തിരിയധികം മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരാണ്. ചിലപ്പോൾ രോഗ കാരണങ്ങളായിരിക്കാം, പലപ്പോഴും വിവാഹ ജീവിതത്തിന് ശേഷം കൂടെ നിൽക്കാം എന്ന് തീരുമാനിക്കുകയും എന്നാൽ ചെറിയ അസുഖങ്ങളുടെ പേരിൽ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ പരസ്പരം ഉപേക്ഷിക്കുന്നവരൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരാൽ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മനോവേദന അവരെ തകർത്തുന്ന അസുഖത്തെക്കാളും വളരെ വലുതാണ്. അതൊക്കെയാണ് മനുഷ്യരെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരായിരിക്കാം. ഇങ്ങനൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, രോഗത്തിൻ്റെ കാരണം കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ കൂടെ നിൽക്കാമെന്ന് കരുതുന്നവർ പോലും ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടുന്ന മനുഷ്യരുടെ ഒരു സൂചനയാണ് ഈ സ്ത്രീ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് ദൈവം പോലും അപ്രാപ്യമാണ്. കാരണം ഇവൾ 12 വർഷമായി ചികിത്സയൊക്കെ ചെയ്തിരുന്നു, പക്ഷേ രോഗം സൗഖ്യമാവുന്നില്ലെങ്കിൽ ദൈവത്തിലേക്കാണ് അവൾ ചെല്ലേണ്ടത്. പക്ഷേ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് ഈ സ്ത്രീക്ക് ദേവാലയത്തിൽ ചെന്നെത്തുക സാധ്യമല്ല. അതൊരു അസാധ്യമായ കാര്യമാണ്. ഇവൾ അശുദ്ധയല്ലാത്തതുകൊണ്ട്, അവൾ അശുദ്ധയായതുകൊണ്ട് അവളെ ദേവാലയത്തിലേക്ക് കടക്കാൻ അവർ അനുവദിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ, ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ, അവളുടെ ജീവിതകഥയാണ് ക്രിസ്തു എന്ന് നൽകുന്നത്. ഇനി വീണ്ടും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീയുടെ ഒരു വിശ്വാസമാണ്, ക്രിസ്തുവിനെ ഒന്ന് തൊട്ടാൽ മതി, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ അവൾ എവിടുന്നോ യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഇനി ഇവളുടെ ഈ ഒരു വിശ്വാസം ക്രിസ്തുവിനറിയാം. ഇവൾ ക്രിസ്തുവിനെ തൊടുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ശരിയാണ്. എന്തുകൊണ്ട് ക്രിസ്തുനാഥൻ തിരിഞ്ഞ് എന്നെ തൊട്ടത് ആരാണെന്ന് ചോദിക്കുന്നു. അവിടെയാണ് യേശുനാഥൻ്റെ മനസ്സ് നമ്മൾ ധ്യാനിക്കേണ്ടത്. യേശുനാഥന് മിണ്ടാതെ അനങ്ങാതെ പോയാൽ മതിയായിരുന്നു. കാരണം അവൾ തൊട്ടതോ ഇതൊന്നും മറ്റാരും അറിയുന്നില്ല. യേശുനാഥൻ അറിയുന്നുണ്ട്, അവളും അറിയുന്നുണ്ട്. തൊട്ട മാത്രയിൽ തന്നെ സൗഖ്യപ്പെട്ടത് അവൾ അറിയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പോയാൽ മതിയായിരുന്നു യേശുനാഥന്. പക്ഷേ എന്തുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു? എന്തുകൊണ്ട് അവൻ ചോദിച്ചു എന്നെ തൊട്ടതാരാണ്? അവിടെയാണ് നമ്മൾ യേശുവിൻ്റെ വലിയ മനസ്സ് കാണുന്നത്. കാരണം ഒറ്റപ്പെട്ടു പോയ ആ മനുഷ്യൻ ജീവിതത്തിൽ വിജയിച്ചുവെന്ന് ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ അറിയിക്കണം.
അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ ലോകത്തിന് മുമ്പിൽ വിജയിയാക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം അത് യേശുനാഥനാണെന്ന് ഈ ലോകം തിരിച്ചറിയണം. യേശുനാഥൻ തിരിഞ്ഞ് ചോദിക്കണം, ആരാണ് എന്നെ തൊട്ടത്? വിശ്വാസത്തോടെ നീ എന്നെ തൊട്ടു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ തൊട്ടത്, ഞാൻ നിന്നെ തൊട്ടതും സൗഖ്യം തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ യേശുനാഥൻ ഈ തിരിഞ്ഞു പറയുമ്പോൾ ഇവൾ അതുവരെ ഈ ലോകത്തിന് മുമ്പിൽ തോൽപ്പിക്കപ്പെട്ടവളാണ്. ജീവിതത്തിൽ അവൾ പരാജയം മാത്രം അനുഭവിച്ചറിഞ്ഞവളാണ്, രോഗബാധിതയാണ്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവളാണ്. അപ്പോൾ അവൾ സൗഖ്യപ്പെട്ടു എന്ന് ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിന് തന്നെ വിളിച്ചു പറയണം. അതുകൊണ്ടാണ് യേശുനാഥൻ തിരിഞ്ഞ് പറയുന്നത്, നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു, നിൻ്റെ വിശ്വാസം വളരെ വലിയ വിശ്വാസം അത് നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നെന്ന് അവരുടെ മുമ്പിലേക്ക് യേശുനാഥൻ വിളിച്ചു പറയണം. ഇത് കൂടെ നിൽക്കുന്ന സഹായിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഈ ലോകത്ത് നമ്മളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും യേശുനാഥൻ നമ്മെ ഉയർത്താനായി വരുന്ന ദൈവത്തിൻ്റെ പേരാണ്. ഇനി വീണ്ടും യേശുവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊന്ന് കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുനാഥൻ ഒരുപക്ഷെ മനുഷ്യാവതാരം ചെയ്തത് പോലും അവളുടെ അടുക്കിലേക്ക് എത്തുവാനായിരിക്കണം. കാരണം അവൾക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് ജെറുസലേം ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ആ സാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക്, ആ സൗഖ്യത്തിൻ്റെ അടുക്കിലേക്ക് അവൾക്ക് എത്താൻ പറ്റാത്തപ്പോൾ ദൈവം അവളുടെ അടുക്കിലേക്ക് വരികയാണ്. മനുഷ്യരായി അവതരിച്ച് യേശുനാഥൻ അവളുടെ അടുക്കിലേക്ക് വരികയാണ്. അവൾക്കൊന്ന് തൊടുമാറ് അവളുടെ സാന്നിധ്യത്തിനടുത്ത് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ മനസ്സറിഞ്ഞ് വിശ്വസിച്ചാൽ അവൻ നമ്മുടെ സാന്നിധ്യമായി നമ്മുടെ തൊട്ടടുത്തുണ്ടാവും. ഒന്ന് തൊടുന്ന മാത്രയിൽ സൗഖ്യം നേടാൻ. വീണ്ടും നമ്മൾ വചനം ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്, അതുവരെയും യേശുനാഥൻ ചെയ്യാത്തൊരു അത്ഭുതം അവൾക്ക് വേണ്ടി യേശുനാഥൻ പ്രവർത്തിക്കുകയാണ്. യേശുനാഥൻ വസ്ത്രത്തിൽ തൊട്ട് ആർക്കും സൗഖ്യം കൊടുത്തിട്ടില്ല അതിനു മുമ്പ് വരെ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്പോൾ ധ്യാനിക്കുന്ന അധ്യായത്തിന് മുൻപ് നമ്മൾ ധ്യാനിക്കും, അതായത് 5-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതുപോലെ ലൂക്കായിൽ 8-ാം അധ്യായമാണ്, അതിന് മുമ്പ് ഇത് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, യേശുനാഥൻ അങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടേ ഇല്ല, വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി യേശുനാഥൻ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യമാണ്? ഇത് അവളുടെ വിശ്വാസമാണ്. അവനെ ഒന്ന് തൊട്ടാൽ മതി, അവനെ തൊട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തൊട്ടാൽ പോലും മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള അവിടെ തീവ്രമായ വിശ്വാസം, അതാണ് അവളെ സൗഖ്യപ്പെടുത്തിയത്. അവൾക്ക് വേണ്ടി, ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി, എല്ലാവരും ഉപേക്ഷിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി യേശുനാഥൻ അതുവരെയും ചെയ്യാത്തൊരു അത്ഭുതം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇത് ക്രിസ്തു പ്രവർത്തിക്കുന്ന രീതിയാണ്. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വിശ്വസിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ചിലപ്പോൾ ദൈവം ഇടപെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ജായിറോസിൻ്റെ കാര്യത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട്, ആ മകൾ മരിച്ചു കഴിഞ്ഞു എന്ന് ജായിറോസിനോട് വന്ന് പറയുമ്പോൾ ജായിറോസിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം യുക്തിക്ക് നിരക്കാത്തതാണ് ചില സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമ്മളെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഇനി യുക്തിയുടെ ചിന്തയിൽ നിൽക്കുമ്പോൾ മരണം മാത്രം മുൻപിൽ നിൽക്കുന്ന അവസ്ഥ, ചിലപ്പോൾ ആത്മഹത്യയുടെ അവസ്ഥയിൽ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ടാവും. അവർ വിശ്വസിക്കേണ്ടത് എല്ലാ യുക്തികളെയും നിരാകരിക്കുമാർ അവനിലുള്ള വിശ്വാസം നീ ആരുടെയൊക്കെ മുമ്പിൽ തോറ്റിട്ടുണ്ടോ അവരുടെ എല്ലാം മുൻപിൽ നിന്നെ വിജയിപ്പിക്കും. അത് യേശുനാഥൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഈ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. യേശുനാഥൻ്റെ ഒന്ന്, പരാജയങ്ങളുടെ അവസ്ഥയിൽ യേശുവിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് തോന്നണം. അവൻ നമ്മളെ രക്ഷിക്കും തീർച്ചയായും. 2, ക്രിസ്തുവിനെ പോലെ കൈ പിടിച്ചുയർത്തുന്ന മനുഷ്യരെ പറയണം. ഈ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ അവളെ വിജയിപ്പിച്ചതുപോലെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്നെ തൊട്ടതാരാണ് എന്നാൽ ചോദിച്ചത് അവളെ ഈ ലോകത്തിന് മുമ്പിൽ വിജയിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. തോറ്റു കൊടുക്കുന്ന മനുഷ്യരെ എല്ലാം വിജയിപ്പിക്കാൻ അവൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അവരെ കൈ പിടിച്ചുയർത്തുന്നുണ്ട്. നീ കൂനുള്ള സ്ത്രീയെ യേശുനാഥൻ സൗഖ്യപ്പെടുത്തിയത് അതുകൊണ്ടാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ യേശുനാഥൻ ഇടപെടുന്നുണ്ട്. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. നമുക്ക് ചുറ്റിലും ചില മനുഷ്യരുണ്ടാവും, എൻ്റെ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ ഈ ലോകത്ത് വിജയിക്കാവുന്ന ചില മനുഷ്യർ. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഈ മലയാള മനോരമ പത്രത്തിൽ ഒരിടയ്ക്ക് വന്നൊരു വാർത്തയായിരുന്നു, ഒരു സുകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ. പേര് യഥാർത്ഥമല്ല, പേര് വരെ മാറ്റി കൊടുത്തിരുന്നതാണ്. അപ്പോൾ അവൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുകയായിരുന്നു, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നൊരു ദിവസം ഇവളുടെ പേരിലുള്ള ഒരു അശ്ലീലകരമായ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുകയാണ്. അപ്പോൾ ഇത് ഭർത്താവ് അറിയുന്നു, വീട്ടിൽ പ്രശ്നമാകുന്നു. അപ്പം അവൾക്ക് ഉറപ്പാണ് ഇത് അവളുടെ വീഡിയോ അല്ല എന്ന്. പക്ഷേ അവളുടെ പേരിൽ ഇത് പ്രചരിക്കുകയും അവസാനം ഭർത്താവും 2 മക്കളും അവളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവൾ നീണ്ട പോരാട്ടത്തിലാണ്. ഇവളുടേതല്ലാന്ന് തെളിയിക്കണം. ഇവൾ ലോക്കൽ പോലീസിൻ്റെ അടുത്തൊക്കെ പോയി, അവരെല്ലാവരും ഇവളെ തള്ളിക്കളഞ്ഞു. അങ്ങനെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനുള്ളിൽ ഇവൾ തോൽക്കാൻ തയ്യാറല്ല. എല്ലാവരും ഒറ്റപ്പെട്ടു പോയി. ആ സ്ത്രീ പക്ഷേ ഒറ്റയ്ക്ക് പോരാടി അവസാനം ഉന്നതാധികാരികളെ കാണുകയും അവൾ ഇതിനെക്കുറിച്ച് സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്യുകയും പോരാടുകയും 3 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നു. അപ്പം ഇതിന് പിന്നിലുണ്ടായിരുന്ന കുറ്റക്കാരെയൊക്കെ ശിക്ഷിച്ചു. ഇത് അവളുടെ വീഡിയോ അല്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. അവർ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കൊക്കെ ഒടുവിൽ അത് തെളിയിച്ചു. അങ്ങനെ അവൾ വിധിച്ചു. അവളുടെ ജീവിതകഥ പത്രത്തിലൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞു. ആ സമയത്ത് അവളോട് ഒരാൾ ചോദിച്ചത്, ഇനി നിങ്ങളുടെ ഭർത്താവിനോട് മക്കളോട് എങ്ങനെയാണ്, നിങ്ങൾ അവരോടൊപ്പം പോകുമോ? അപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ എനിക്ക് താങ്ങ് നിൽക്കേണ്ട എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഇനി എങ്ങനെയാണ് അവരോടൊപ്പം നിൽക്കുകയെന്ന്.
പലപ്പോഴും ചില മനുഷ്യരുടെ ജീവിതത്തിൽ അവർ തോറ്റുപോകുന്നത് രോഗങ്ങളോ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല, കൂടെ നിൽക്കേണ്ടവർ നിൽക്കാതെ പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത്, ആര് കൂടെ ഇല്ലെങ്കിലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം ക്രിസ്തുവാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും, വിജയിയാക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ കരം പിടിച്ചുയർത്താൻ, ഒരിക്കലും ചെയ്യാത്ത അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുപോലെയുള്ള മനസ്സുള്ള മനുഷ്യരെ നമ്മളും മാറണം. ക്രിസ്തുവിനെ പോലെ കൂടെയുള്ള മനുഷ്യരെ വിജയിപ്പിക്കുന്ന മനുഷ്യരെ വേണം. തോറ്റു കൊടുക്കാൻ സമ്മതിക്കരുത്. അവരെ വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ ക്രിസ്തു പുതിയ പുതിയ അത്ഭുതങ്ങൾ നടത്തുന്നത് പോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ത്വരിതപ്പെടുത്താൻ, സന്തോഷപ്പെടുത്താൻ, കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു വചനം ധ്യാനിക്കും ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 3 മനുഷ്യരുടെ കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ യേശുനാഥൻ കൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവാനായി പ്രാർത്ഥിക്കും. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് താങ്ങായി നിൽക്കാൻ, തണലായി നിൽക്കാനുള്ള കൃപ നമുക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.